ഹായ്, ഞാൻ അൻവർ ടോറിനോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആലുവയിലാണ്. ആലുവയിൽ ഡോൺ ബോസ്കോ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് നമ്മൾ ഒരു 100ഓളം കാല് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. 14 അടി കാലിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമുക്കിവിടെ ഫാദർ സെബാസ്റ്റ്യൻ സാർ എന്ന് പറഞ്ഞ സാറുമായിട്ടാണ് നമ്മളിവിടെ കോൺടാക്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് വന്നു, ഇവിടെ വിസിറ്റ് ചെയ്തു, എത്രത്തോളം കാല് ചെയ്യാന്നുള്ളത് പറഞ്ഞു കൊടുത്തു. ഇവിടെ നമ്മൾ 3 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ ചെയ്യുന്നത്. വലിയൊരു ഗ്രൗണ്ട് കാര്യങ്ങളായിരുന്നു. അതിന് ശേഷം അവർ വാഴകൃഷിയും കുറച്ച് പപ്പായ കൃഷി കാര്യങ്ങൾ, ചെറിയ ചെറിയ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നീട് കുരുമുളകിന്റെ സാധ്യതകൾ മനസ്സിലാക്കി കൂടുതലായിട്ട് അവർ കുരുമുളക് കൃഷി ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ സിമെന്റ് പൈപ്പ് തിരഞ്ഞെടുക്കുകയും ചെയ്തു. നമ്മളെ കോൺടാക്ട് ചെയ്യുകയും ചെയ്തു. നമ്മൾ അവിടെ പോയിട്ട് സൈറ്റ് വിസിറ്റ് ചെയ്തു. A to Z കാര്യങ്ങൾ സാറിന് എല്ലാം പറഞ്ഞു കൊടുത്തു. അതിനുശേഷം സാറ് ഏറ്റവും പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. ചെയ്തു കൊടുക്കുകയും ചെയ്തു. നമ്മൾ പാലക്കാട് ഒരു വർക്ക് ഉണ്ടായിരുന്നു. ആ വർക്ക് കഴിഞ്ഞ് നേരിട്ട് ഡോൺ ബോസ്കോ പോയി ആ വർക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഇവിടെ 14 അടിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ കുയ്യെടുക്കാൻ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. പണ്ട് ഗ്രൗണ്ട് ആയിരുന്നു പറഞ്ഞല്ലോ. അതുകൊണ്ട് മെഷീൻ വെച്ച് കുഴിച്ച് നോക്കി, അതുകൊണ്ട് നടക്കാതുകൊണ്ട് മാൻ പവർ വെച്ച് തന്നെ കുയ്യെടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. 8 ഇഞ്ച് റൗണ്ടിലാണ് നമ്മൾ കുയ്യെടുത്തത്. അതിലേക്ക് 4 ഇഞ്ച് സിമെന്റ് പൈപ്പ് ഇറക്കി വെച്ചിട്ട് അതിന്റെ ചുറ്റും കോൺക്രീറ്റ് ചെയ്തു. അതിന് ശേഷം പൈപ്പിന്റെ ഉള്ളിൽ ഒരു 8mm കമ്പി ഇട്ടിട്ട് ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്യും. ഫസ്റ്റ് നമ്മൾ 10 അടി പൈപ്പാണ് വെച്ചത്. പിന്നീട് അതിന്റെ മുകളിലേക്ക് 4 അടിയും വെച്ച് ജോയിന്റ് ചെയ്യുകയാണ് ചെയ്തത്. ടോട്ടലായിട്ട് 14 അടിയിൽ ഉൾഭാഗത്ത് ഒരു 8mm കമ്പി ഇട്ടിട്ട് ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തു. മുകളിൽ ക്രോസിന് കമ്പിയും ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സൈറ്റിൽ വന്ന് ചെയ്തത്. നമ്മുടെ വിഷ്വൽസ് കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ ഇടയിൽ ഒന്ന് കണ്ടു നോക്കുകയും ചെയ്യാം. നിലവിൽ ഏറ്റവും കുറഞ്ഞ കോസ്റ്റിലും ഗുണമേന്മയിലും ഒന്നാമത് നിൽക്കുന്നതാണ് നമ്മളെ സിമെന്റ് പൈപ്പിലെ കുരുമുളക് കൃഷി. അത് നമ്മൾ പറയുന്നതല്ല, നമ്മളെ കസ്റ്റമേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നമ്മളെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് പ്രൊഫഷണലായ ആൾക്കാരാണ്. അത് ഇതിനെക്കുറിച്ച് പഠിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, നമ്മളിലേക്ക് വരുന്നത്. സിമെന്റ് പൈപ്പിൽ നമ്മൾ ഏത് രീതിയിലാണ് ചെയ്യുന്നത്, എങ്ങനെയാ ചെയ്യുന്നത്, നമ്മൾ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അത് ബാക്കിയുള്ളവരൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയില്ലാതെ നമ്മൾ ചെയ്യുന്ന രീതി കാര്യങ്ങൾ നമ്മൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞു തരികയാണ്. നമ്മൾ ചെയ്യുന്നത് സൈറ്റ് വിസിറ്റ് ചെയ്യും. കസ്റ്റമേഴ്സിനെ വിളിച്ചിട്ട് ഇന്ന ദിവസം നമ്മൾ വരുന്നുണ്ട്, ആ ദിവസം അവരുണ്ടാകുമെന്ന് ചോദിക്കും. എന്നിട്ട് നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്യും. വിസിറ്റ് ചെയ്തിട്ട് ഇവിടെ എത്രത്തോളം കാലിൽ പോകുമെന്ന് നോക്കും. ആ അളവ് കാര്യങ്ങളൊക്കെ മെഷർമെന്റ് കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ പോയിട്ട് അവരോട് പറയും 3 മീറ്ററിലാണെങ്കിൽ ഇത്ര കാല്, 2 മീറ്ററിലാണ് ഇത്ര കാല് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. അതിന് ശേഷം നമ്മൾ ഒരു ഷെഡ്യൂൾ കണ്ടിട്ട് അതിന് ശേഷം സൈറ്റിൽ വന്നിട്ട് 8 ഇഞ്ച് റൗണ്ടിൽ നമ്മൾ കുയ്യെടുക്കും. 8 ഇഞ്ച് റൗണ്ടിൽ കുയ്യെടുത്ത് 2 അടി താഴ്ചയിലേക്ക് കുയ്യെടുത്തിട്ട് അതിലേക്ക് 4 ഇഞ്ച് സിമെന്റ് പൈപ്പ് ഇറക്കി വെച്ചിട്ട് അതിന് ചുറ്റും കോൺക്രീറ്റ് ചെയ്ത് അതിനുശേഷം പൈപ്പിന്റെ ഉള്ളിൽ ഒരു 8mm കമ്പി ഇടും. പിന്നീട് അതിന്റെ ഉള്ളിൽ ഫുള്ളായിട്ട് കോൺക്രീറ്റും ചെയ്യും. ഫസ്റ്റ് നമ്മൾ 10 അടി പൈപ്പാണ് വെക്കുക. പിന്നീട് അതിന്റെ മുകളിലേക്ക് 4 അടി വെച്ചിട്ട് ജോയിന്റ് ചെയ്താണ് ചെയ്യാം. ഈ 14 അടിയിലും ഫുള്ളായിട്ട് ഒരു 8mm കമ്പി ഇടും. മുകളിൽ ക്രോസിന് കമ്പി വെച്ചിരും. ഇത്രയും കാര്യം നമ്മൾ സൈറ്റിൽ വന്ന് ചെയ്തു തരുന്നത്. സിമെന്റ് പൈപ്പിൽ കുരുമുളക് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ടോറിനോ അഗ്രോ ആയിട്ട് ബന്ധപ്പെടുക. നമ്മൾ കേരളത്തിലും കേരളത്തിന്റെ പുറത്തും എവിടെ വേണമെങ്കിലും നമ്മൾ സൈറ്റിൽ വന്നിട്ട് വർക്ക് ചെയ്തു തരുന്നതായിരിക്കും.